ലാറവൽ ഇ കൊമേഴ്സിനെ പറ്റി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കംപ്ലീറ്റ് വീഡിയോ സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും എടുത്ത് കാണുക, എന്നിട്ട് ഉഷാറായിട്ട് പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഐ ബട്ടണിൽ വീഡിയോ കൊടുക്കാം. അത് പോയിട്ട് കണ്ടിട്ട് വന്നിട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം പ്രൊഡക്ട്സിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മളിന്നത് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓതൻറ്റിക്കേഷൻ സമയത്ത് 2-3 കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതായത് ലോഗൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ റിമെമ്പർ മീ എന്ന് പറയുന്ന സാധനം, അതായത് റിമെമ്പർ മീ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. എന്താണ് റിമെമ്പർ മീ ചൂസ് ചെയ്തതിന് ശേഷം നടക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ വെയറിൻ്റെ സംഭവം, അതായത് ഒരു ലോഗിൻ ചെയ്ത അഡ്മിൻ്റെ റൗട്ടുകൾ ഉണ്ടല്ലോ, അതായത് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും കാണുന്ന തരത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാത്രം കാണുന്ന തരത്തിലേക്ക് അതിനെ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ നേരെ പോയിട്ട് ലൈക്ക് അടിക്കുക ഫസ്റ്റ് തന്നെ, ദെൻ കമൻസിൽ വന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, ദെൻ നേരെ നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ഇന്ന് ലോഗ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റിമെമ്പർ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ലോഗിൻ ചെയ്ത സമയത്ത്. അതെങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ളതും, അതേപോലെ നമ്മളുടെ റൗട്ട്സ് ഉണ്ടല്ലോ, അതായത് ലോഗിൻ ചെയ്ത റൗട്ട്സിനെ നമ്മളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ വൺസ് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ലോഗിൻ ചെയ്ത ആൾക്കും ലോഗിൻ ചെയ്യാത്ത ആൾക്കാർക്കും എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ റൗട്ട് നമ്മളിപ്പോൾ പ്രൊഡക്ട്സിൻ്റെ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. സോ അത് ലോഗിൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താക്കാം, ലോഗൗട്ട് ചെയ്യുന്ന പരിപാടി നോക്കാം. അപ്പോൾ ലോഗൗട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ആ റൗട്ട് നമുക്കൊന്ന് പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ലോഗിൻ ചെയ്ത ആളായിരിക്കും എന്തായാലും ലോഗൗട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് admin/logout എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൗട്ടിനെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഗെറ്റ് മെത്തേഡാണ്, ഗെറ്റ് തന്നെ മതി, വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ലോഗിൻ കൺട്രോളറിൻ്റെ ഉള്ളിൽ ലോഗൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതുന്നു. അതേപോലെ ലോഗൗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു നെയിമും കൊടുക്കാം. ഇവിടെ പബ്ലിക് ഫംഗ്ഷൻ ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിക്കുന്നു. അവിടെ ഏതാണ് നമ്മളുടെ ലോഗിൻ ഓതിൻ്റെ ഉള്ളിലെ ഗാർഡിൻ്റെ ഉള്ളിലെ ഏതാണ് ഗാർഡ്, അഡ്മിൻ എന്ന് പറയുന്ന ഗാർഡിനെ ലോഗ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. കഴിഞ്ഞ പരിപാടി, വേറെ ഒന്നുമില്ല. ഇനി നേരെ നമുക്ക് എന്താക്കാം, ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോകണം, admin/ലോഗിനിലേക്ക് പോകണ്ടേ. admin/ലോഗിൻ എന്ന് പറയുന്ന റൗട്ടില്ലേ, റൗട്ടിന് നെയിം കൊടുത്തില്ല. ഇതിന് നെയിം കൊടുത്തില്ല. നെയിം ലോഗിൻ എന്ന് പറയുന്ന റൗട്ടിലേക്ക് പോവാം. admin/ലോഗിൻ admin.login എന്ന് പറയുന്ന റൗട്ടിലേക്ക് നമുക്കിതിനെ പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ലോഗൗട്ടിൻ്റെ ലെഫ്റ്റ് മെനുവിൽ പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് മെനു ഓപ്പൺ ചെയ്തിട്ട് ലോഗൗട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ നമുക്ക് എന്താക്കാം, നമ്മൾ ഇപ്പോഴത്തെ റൗട്ടിനെ നമുക്ക് അവിടെ വിളിച്ചു കൊടുക്കാം. റൗട്ട് admin/logout ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ പരിപാടി, ലോഗൗട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. അതായത് ഇപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഓതൊന്ന് പോകണം. എന്നിട്ട് എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലോഗിൻ പേജിലേക്ക് എത്തണം. സോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടില്ലേ, ലോഗിൻ പേജിലേക്ക് ഇവിടെ എത്തി. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ ബാക്ക് ക്ലിക്ക് ചെയ്ത് വെച്ചോ, ഇവിടെ റീഫ്രഷ് ചെയ്താൽ എനിക്ക് കിട്ടും. പ്രത്യേകിച്ച് ഉണ്ടോ, ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്കിവിടെ ഇത് ഫുൾ ആക്സസിബിൾ ആവണം. അപ്പോൾ ഇതാണ് നമുക്കിനി പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ലോഗൗട്ടിൻ്റെ അതായത് ലോഗിൻ ചെയ്ത സമയത്ത് മിസ്സായി പോയ സംഭവമുണ്ട്. മിസ്സായതല്ല, ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഉള്ളിലുള്ള എത്തുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്നുള്ള ലെവലിൽ. ഇവിടെ ഈ റിമെമ്പർ മീ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ലാറവൽ സെഷൻ ഉപയോഗിച്ചിട്ടാണ് ബിൽറ്റ് ഇൻ ഓതൻറ്റിക്കേഷൻ വർക്ക് ആകുന്നത്. അപ്പോൾ ആ സെഷന് ഒരു ഡിഫോൾട്ട് ടൈം ഉണ്ട്. അതായത് എത്ര നേരത്തോളം ആ ലോഗിൻ ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിഫോൾട്ട് 120 മിനിറ്റ്സ് ആണ്. അതായത് ഒരു ലാറവൽ പ്രൊജക്റ്റ് ഇനാക്ടിവിറ്റി ടൈമാണ് കേട്ടോ. ഇനാക്ടിവിറ്റി ടൈം എന്ന് പറയുന്നത്, അതായത് ഒരാൾ ലോഗിൻ ചെയ്തു, അയാൾ 2 മണിക്കൂർ ലോഗിൻ ചെയ്തിട്ട് അതേപോലെ വെക്കുകയാണ്, ഒരു ആക്ടിവിറ്റിയും ഒന്നും ചെയ്യാണ്ട് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് സെഷൻ ഔട്ടായി പോകും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറവലിലെ സെഷൻ ടൈം ഔട്ട് ആകുന്നത് എത്ര മിനിറ്റ് കഴിയുന്ന സമയത്താണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൺഫിഗിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, കോൺഫിഗിൻ്റെ അകത്ത് എവിടെ പോയി,
കോൺഫിഗിൻ്റെ അകത്തുള്ള ഓത് ഫയൽ ഓതിലാണല്ലോ, ഓതിലല്ല ആപ്പിലാണെന്ന് തോന്നുന്നു. ആപ്പിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ കാണാം, ഇവിടെ എവിടെയോ ഉണ്ട് സംഭവം കിടക്കുന്നു. സൈഫർ മെയിൻ്റനൻസ് ടു അറേ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഡീബഗ് സെഷനിലാന്ന് തോന്നുന്നു. സെഷൻ എടുത്ത് നോക്കട്ടെ. സെഷൻ ഇതാ നടക്കുന്നു. ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ട് കണ്ടോ 120 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഡിഫോൾട്ടായിട്ട് 120 മിനിറ്റ്സ് ആണ് ലാറവൽ സെഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് ഇനാക്റ്റീവ്, അതായത് എത്ര നേരം ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്നോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അടുത്ത 120 മിനിറ്റ്സ് കിട്ടും. അങ്ങനെയാണ് അത് സെഷൻ വർക്ക് ആകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇനാക്റ്റീവായി കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ലെവലിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് റിമെമ്പർ മീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇനി എപ്പോഴാണോ അടുത്ത ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ പുറത്തേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അതുവരെ ഞാൻ അവിടെ ലോഗിൻ ചെയ്ത് നിന്നോ എന്നുള്ള ലെവലിലാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഈ റിമെമ്പർ മീ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നടക്കുക? അതായത് ഈ സെഷനിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള സെഷൻ ടൈം ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇന്ന് രാവിലെ ഓഫീസിലേക്കുള്ള ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. രാവിലെ ഓഫീസിലേക്ക് വന്നു, അതിനുശേഷം എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ രാവിലെ തന്നെ ലോഗിൻ ചെയ്തിട്ടു, പിന്നെ ഓരോരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം പോകുന്നു, ഇതാക്കിയിട്ട് സിസ്റ്റം ഓഫ് ആക്കിയിട്ട് പോകുന്നു. പിറ്റേന്ന് രാവിലെ വരുമ്പോൾ പിന്നെയും ലോഗിൻ ചെയ്യണ്ടേ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 മണിക്കാണ് നിങ്ങൾ ഓഫീസിൽ ഇറങ്ങിയതെങ്കിൽ പിന്നെയുള്ള ബാക്കിയുള്ള പിറ്റേ ദിവസം രാവിലെ വരെയുള്ള അത്രയും ടൈം അത് നിങ്ങൾ ഇനാക്റ്റീവ് ടൈം, അതിൽ 2 മണിക്കൂറിൽ കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, സ്വാഭാവികമായിട്ടും ലോഗൗട്ട് ആയി പോകും ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെ ലെവലിൽ പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിൽ വൺസ് ഒരു തവണ ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ലോഗൗട്ട് ആവത്തുള്ളൂ. അതുവരെ അത് അവിടെ കിടന്നുള്ളൂ ഒരു ബ്രൗസറിൻ്റെ അകത്ത്. അപ്പോൾ അത് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്ന വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ടോക്കൺ ബേസ്ഡ് മെത്തേഡാണ്. പക്ഷെ നമ്മൾ ലാറവലിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിനാണ് റിമെമ്പർ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം ഇതിൻ്റെ അകത്ത്, നമ്മൾ ലാറവലിൻ്റെ അകത്ത് എന്താക്കുന്നത്, ഈ മൈഗ്രേഷൻ എഴുതിയ സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ടേബിൾസിന് ഈ റിമെമ്പർ ടോക്കൺ എന്ന് പറയുന്ന ഈ കോളം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് കുക്കി വാല്യൂ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് അത് വർക്ക് ആകുന്നത്. ഓക്കെ, ഈ ടോക്കൺ റിമെമ്പർ ടോക്കൺ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ നോക്കട്ടെ, ക്യാപ്റ്റൻ ദെൻ മാർവൽ ഇതല്ലേ, ഞാൻ ലോഗിൻ ഒന്നുകൂടി ചെയ്യുന്നു. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കി, ഈ റിമെമ്പർ ടോക്കണിൻ്റെ കോളത്തിലൊന്നും നടക്കുന്നില്ല, അവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലോഗിൻ്റെ പേജിലേക്ക് പോകാം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതായത് എപ്പോഴാണോ ഞാൻ ലോഗൗട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നെ ലോഗൗട്ട് ചെയ്യിപ്പിച്ചാൽ മതി, അതുവരെ എനിക്ക് അവിടെ നിൽക്കണം എന്നുള്ള ലെവലിൽ പറയുന്നതാണ് റിമെമ്പർ മീ എന്ന് പറയുന്ന സംഭവം. ഇത് റിമെമ്പർ മീ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ എന്താണെന്ന് വെച്ചാൽ ലോഗിൻ പേജിലേക്ക് വരിക. ലോഗിൻ പേജിലേക്ക് വരുന്ന സമയത്ത് റിമെമ്പർ മീ ചെക്ക്ഡ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ചെക്ക്ഡ് ഞാൻ ഒഴിവാക്കുന്നത്. നമ്മൾ എടുത്ത് ഡൗൺലോഡ് ചെയ്ത തീമിൻ്റെ അതിൽ നിന്ന് റിമെമ്പർ മീ ബൈ ഡിഫോൾട്ടുള്ള ചെക്ക് ഒഴിവാക്കുന്നത്. ഞാൻ ഒന്നുകൂടി ലോഗൗട്ട് ചെയ്യുന്നു. ഇത് കണ്ടില്ലേ, റിമെമ്പർ മീ. ഇപ്പോൾ ഈ വാല്യൂ എന്താക്കുക, ഞാൻ ജസ്റ്റ് ഇതിനൊരു വാല്യൂ എന്ന് പറഞ്ഞിട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കുന്നത്. ഇതിന് 1 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കുന്നു. അതിനെന്താ നെയിം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നെയിം എന്താണ് കൊടുക്കുക, റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഇത് എവിടെയാണ് വരുന്നത്, ഈ ലോഗിൻ ചെയ്യുന്ന ഇതാണല്ലോ ഓത് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡാണല്ലോ വരുന്നത്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നത്, റിക്വസ്റ്റിലെ യൂസർ നെയിം ഇത് ഞാൻ ഇതിലേക്ക് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് റിക്വസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോയി ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ അറ്റംപ്റ്റ് മെത്തേഡിൻ്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് ഇയാൾ റിമെമ്പർ മീ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്താക്കാം, റിക്വസ്റ്റിലെ ആ വാല്യൂ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. റിമെമ്പർ മീ എന്ന് പറയുന്ന വാല്യൂ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. റിട്ടേൺ റിഫ്രഷ് ചെയ്യുന്നു. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ 1 വന്നു, അല്ലാത്ത സമയത്ത് എനിക്ക് ഒന്നും വന്നിട്ടില്ല, എം ടി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വേരിയബിളിനെ നേരെ എടുത്തിട്ട് ഞാൻ എന്താക്കിയാൽ ഇതിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എനിക്ക് റിമെമ്പർ മീ അയാൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കിട്ടാൻ വേണ്ടി. അത് ഈ അറ്റംപ്റ്റ് മെത്തേഡിൻ്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അറ്റംപ്റ്റ് മെത്തേഡിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് എന്താ, ഈ യൂസർ നെയിം പാസ്വേഡും, രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മളുടെ എന്താണ് റിമെമ്പർ മീയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക, റിമെമ്പർഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എന്താക്കുന്നു, എന്തായിരുന്നു പാസ്വേഡ്, യൂസർ നെയിം മാർവൽ അല്ല ക്യാപ്റ്റൻ മാർവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സെലക്ട് ചെയ്യുന്നു, റിമെമ്പർ മീ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ അടിക്കുന്നു.
അതുണ്ടോ ഉള്ളിലേക്ക് കയറി പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് ഡാറ്റാബേസ് പോയി നോക്കിയേ, റിമെമ്പർ ടോക്കൺ മാറിയത് കണ്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഡാറ്റ കയറിയത് കണ്ടോ. ഇനി ഇത് ഞാൻ എത്ര നേരം ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനാക്റ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന് ഒരു പ്രശ്നം പറ്റുന്നില്ല. എവിടെ എത്ര നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 4, 10, 15, 20, 25 എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് എന്താവില്ല, ലോഗൗട്ട് ആവില്ല. വൺസ് ഞാൻ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുന്നവരെ ഇത് ഇവിടെ ലോഗൗട്ട് ആവാണ്ട് ഈ ബ്രൗസറിൽ അത് കയറി അവിടെ അങ്ങനെ കിടന്നോളും. ഇതിനാണ് റിമെമ്പർ ടോക്കൺ എന്ന് പറയുന്ന സംഭവം. ഈ കോളം യൂസ് ചെയ്യുന്നത് റിമെമ്പർ മീ എന്ന് പറയുന്നത് ഇത് പല കേസിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സംഭവമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഞാൻ ലോഗൗട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, റിമെമ്പർ ടോക്കൺ ക്ലിയർ ആയിട്ട് പോയിട്ട് വേറൊരു റിമെമ്പർ ടോക്കൺ പോയി കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക, എങ്ങനെയാണ് റിമെമ്പർ ടു മീ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം, സംഭവം വർക്ക് നോക്കുക. പിന്നെ അതേപോലെ അത് അറ്റംപ്റ്റ് മെത്തേഡിൻ്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതും കറക്റ്റായിട്ട് വെക്കുക. ഇനി നമുക്ക് എന്താക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബാക്ക് പേജിലേക്ക് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇതിവിടെ ആക്സസിബിൾ ആണ്. പക്ഷേ ഞാനിപ്പോൾ ഓതൻറ്റിക്കേറ്റഡ് യൂസർ ആണോ? അല്ല. അതായത് ഞാനിപ്പോൾ ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ പുറത്തെത്തി, പക്ഷേ എനിക്ക് ഈ URL നേരിട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് മിഡിൽ വെയർ എന്ന് പറയുന്ന സംഭവം ലാറാവലിനകത്തുള്ള. അപ്പോൾ മിഡിൽ വെയർ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ഐബട്ടണിൽ വീഡിയോ കൊടുക്കുന്നുണ്ട്. മിഡിൽ വെയർസിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ. അതെന്താണെന്നുള്ളത് പോവുക. അതായത് ആ റൗട്ടിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പോയിട്ട് ഒന്ന് കണ്ട് ക്ലിയർ ചെയ്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ റൂട്ട് ഏതൊക്കെയാണ്? ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഇത്രയും റൂട്ടുകളാണല്ലോ ലോഗിൻ ചെയ്തതിന് ശേഷം ഉള്ള റൂട്ടുകൾ അല്ലേ. ഇതൊക്കെ ബാക്കി ഈ ലോഗിൻ ചെയ്യുന്ന ലോഗിൻ ചെയ്യുന്നതൊന്നും നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അതേപോലെ ലോഗൗട്ടും വർക്ക് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരാളുണ്ടാവണ്ടേ. ഒരാളില്ലാണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഈ റൗട്ടിന് ഇത്രയും റൗട്ടിനെ നമുക്ക് ആദ്യം എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. സോ ആ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് ആ ഗ്രൂപ്പിൻ്റെ ഫംഗ്ഷനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇത്രയും റൗട്ടിനെ നമുക്ക് എന്താക്കാം, ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് എടുക്കാം. സോ ആ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതിനെ നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എന്താക്കാം, ഇവിടെ ഇടാം. ഓക്കെ, ഇവിടെ നേരെ ഇട്ട് വെക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ PHP ആർട്ടിസൺ make middleware check admin logged in or not. ചെക്ക് അഡ്മിൻ ലോഗ്ഡ് ഇൻ ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡിൽ വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്തു. മിഡിൽ വെയർ വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. കൺട്രോളേഴ്സിൻ്റെ താഴെ മിഡിൽ വെയർസിൻ്റെ അകത്ത് ചെക്ക് അഡ്മിൻ ലോഗ്ഡ് ഇൻ ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഒന്നും ചെക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഓതിൽ ആളുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക. ഓതിൻ്റെ ഉള്ളിൽ ഗാർഡ് പറഞ്ഞു കൊടുക്കണം. ഡിഫോൾട്ട് ഗാർഡ് അല്ല നമ്മളത്, അതുകൊണ്ട് ഗാർഡ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ബിൽറ്റിൻ ആയിട്ടുള്ള വെബിൻ്റെ മിഡിൽ വെയറിനെ വിളിച്ചാൽ മതി. വെബല്ല, ഓതെന്ന് പറയുന്ന മിഡിൽ വെയറിനെ വിളിച്ചാൽ ഓതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ് വെയിറ്റ്. സോറി, നമുക്കിങ്ങനെ മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ മിഡിൽ വെയർ എന്ന് പറഞ്ഞിട്ട് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഓതെന്ന് പറയുന്ന മിഡിൽ വെയർ ആണ് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, പുറത്ത് പോകുന്നുണ്ട്. അത് മിഡിൽ വെയർ വർക്ക് ആകുന്നുണ്ട്. ഓതിൽ ആളുണ്ടോ എന്നുള്ളത്. പക്ഷേ ഓതിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ ഓത് നോക്കുന്നത് എന്താ? വെബ് എന്ന് പറയുന്ന ഒതൻറ്റിക്കേഷനിലാണ് ആളുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. പക്ഷേ നമ്മൾ വെബിലല്ലല്ലോ ലോഗിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കുന്നത്? നമ്മൾ അഡ്മിൻ എന്ന് പറയുന്ന ഗാർഡിലാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് അവിടെ ഈ ഒതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ഈ സംഭവമാണ്. ഒതൻറ്റിക്കേറ്റ് ആണോ നോക്കട്ടെ. ഈ സംഭവമാണ് റീഡയറക്റ്റീവ് ഒതൻറ്റിക്കേറ്റഡ് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇവിടെ വർക്കാകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗാർഡിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ അകത്ത് ഗാർഡിനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് നോക്കട്ടെ. ഓക്കെ, ഞാനതൊന്ന് നോക്കട്ടെ എവിടെയാണ് അത്, എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ളത്. ഓത് മിഡിൽ വെയർ സ്പെസിഫൈ ഗാർഡ്. ഗാർഡ് ഇൻ മിഡിൽ വെയർ റൗട്ടിൽ എവിടെയോ ഉണ്ടായിരുന്നു. ഓത് വെബ് ഓക്കെ, ഫുൾ കോളിന് ഇട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നേരെ എന്താണെന്നുള്ളത് നോക്കിയൊക്കെ ഓതിൻ്റെ ഉള്ളിൽ അഡ്മിൻ എന്നല്ലേ നമ്മൾ ഗാർഡ് കിടക്കുന്നത്, അത് അങ്ങ് പറഞ്ഞു കൊടുത്താൽ അത് കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും എന്നാണ് പറയുന്നത്. സോ റീഫ്രഷ് ചെയ്യുന്നു.
റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ മിഡിൽ വെയറിൻ്റെ ഒരു എറർ വരുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ജേസൺ അതാ ഇവിടത്തേക്കാണ് പോകുന്നത്. ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്നത് ഇത് ഈ മിഡിൽ വെയറിലേക്കാണ് പോകുന്നത്. ഈ മിഡിൽ വെയർ അല്ല, ഈ ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്ട് ജേസൺ ആണോ അല്ല എന്നുണ്ടെങ്കിൽ റൗട്ട് ലോഗിനിലേക്കാണ് പോകുന്നത്. ലോഗിൻ ആണോ നമുക്കുള്ളത്? അല്ലല്ലോ. ഇവിടെ ഇതിങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. എക്സ്പെക്ട് ജേസൺ ഓതൻറ്റിക്കേറ്റ് മിഡിൽ വെയറിൻ്റെ അകത്ത് ഇതിങ്ങനെ എഴുതിയാൽ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തേന് കറക്റ്റായിട്ട് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, റൗട്ട് അഡ്മിൻ ഡോട്ട് ലോഗിനിലേക്ക് തിരിച്ചുവിടാം. റീഫ്രഷ് ചെയ്യുന്നു, കണ്ടോ ആളപ്പോൾ പുറത്ത് കഴിപ്പിച്ചു. ഇപ്പോൾ ഞാൻ ഇനി അഡ്മിൻ ഡോട്ട് പ്രൊഡക്ട്സ് എന്നല്ല ചെയ്യുന്നത്, നമ്മൾ ഉള്ളിലുള്ള പേജസ് ഇത് എടുത്തു കഴിഞ്ഞാലും ലോഗിൻ പേജിലേക്ക് തിരിച്ചു വരും. കണ്ടല്ലേ. ഇനി ഞാനൊന്ന് വൺസ് ഒന്ന് ലോഗിൻ ചെയ്യാം. എന്താ കൊടുക്കുന്നത്? ലോഗിൻ ചെയ്യേണ്ടത് ക്യാപ്റ്റൻ ദെൻ മാർവൽ എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യും. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊന്ന് ലോഗൗട്ട് ചെയ്യുന്നു. ലോഗൗട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേജ് എടുക്കുന്നു. പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അത് ഉള്ളിലേക്ക് വിടാണ്ട് എന്തായി പുറത്തേക്ക് തന്നെ വെച്ചു. അങ്ങനെ ആ റൗട്ട്സിന് അത്രയും കംപ്ലീറ്റ്, ഈ റൗട്ട്സിന് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ നേരെ ഇതിലേക്ക് വരാത്ത തരത്തിലേക്ക് കറക്റ്റായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളുള്ളത് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. വേറെ ഒന്നും സിമ്പിൾ, ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു തീർക്കുക. എന്നിട്ട് എന്താക്കാം, ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് നേരെ ഫ്രണ്ട് എൻഡിലേക്ക് പോവാം. അതായത് ഇപ്പം ഇവിടെ ബാക്ക് എൻഡിലുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെയാണ് മെയിൻ ആയിട്ടുള്ളത്. ദെൻ നമുക്ക് ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് ക്യാപിറ്റൽ ഇവിടെ ഡാഷ്ബോർഡിൽ നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വേണം. എത്ര സെയിൽ നടന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള ഗ്രാഫ് വരയ്ക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം ഇതിൻ്റെ അകത്ത് കാണിക്കാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഇനി കംപ്ലീറ്റ്ലി ഫ്രണ്ട് എൻഡിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് വർക്ക് ആവുക എന്നുള്ളതൊക്കെ നമ്മൾ കൂടെ തന്നെ ഇരുന്നിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോവാം. പിന്നെ അതേപോലെ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കുക, നേരെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്താണ് പ്രശ്നം എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് അറിയാം. ഞാൻ എന്തായാലും കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ ഇനി ഏതെങ്കിലും പ്രൊജക്ട്സുകൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇ കോമേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു 10ഓളം വീഡിയോസ്, മാക്സിമം 10ഓളം വീഡിയോസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീരും. അപ്പോൾ 10ഓളം വീഡിയോസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രൊജക്ട്സ് വല്ലതും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ട്സിൻ്റെ ടോപ്പിക്സ് എന്താ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ള വീഡിയോയിൽ കാണാം. ബൈ.